ഈ പെട്ടെന്ന് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുക. ഇതിപ്പം ചെറിയ വയസ്സിലുള്ള ആൾക്കാർക്ക് വരെ വളരെ കോമൺ ആണിത്, വളരെ സർവ്വസാധാരണമാണ്. ഇതിനെന്താ കാരണം? പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ കോവിഡ് അഥവാ വാക്സിൻ, ഈ കോവിഡ് എന്ന് പറഞ്ഞാലും വാക്സിൻ എന്ന് പറഞ്ഞാലും ഏകദേശം ഒന്ന് തന്നെയാണ്. രണ്ടിലും വാക്സിൻ വൈറസ് തന്നെയാണ് കുത്തിവെക്കുന്നത്. ഈ വൈറസ് ഒരു പക്ഷേ ഒരു ബ്ലഡിലൊരു ക്ലോട്ടിങ് ഉണ്ടാകാനുള്ള പ്രവണത കൂട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അതുപോലെ തന്നെ വേറെ കാലിൽ, അതുപോലെ തന്നെ കയ്യിലൊക്കെ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ആവുക, പ്രഗ്നൻസിയിൽ അതുപോലെ തന്നെ ബ്രെയിനിൽ അതുപോലെ തന്നെ ക്ലോട്ട് ആവുക, ഇത് സംഭവിക്കാറുണ്ട്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രതിവിധികളൊന്നും കാണുന്നില്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കുക, അമിതമായിട്ടുള്ള എക്സസൈസ് ഒഴിവാക്കുക. ഷുഗറുള്ള ആളാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക, ബി പി ഉള്ള ആളാണെങ്കിൽ ബി പി കൺട്രോൾ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് ഗുളിക കറക്റ്റായി കഴിച്ച് പിന്നെ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും ഒക്കെ മാറ്റം വരുത്തി ഈ രോഗത്തെ കൺട്രോൾ കൊണ്ടുചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക് അഥവാ സഡൻ കാർഡിയക് ഡെത്ത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഒരു പ്രധാന കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് മാർഷൽ ആർട്സാണ്, അതായത് കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കരാട്ടെ മാസ്റ്ററാണ്. അപ്പോൾ പുള്ളിക്കാരൻ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ഷീണം സംഭവിച്ചു. അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ആൻജിയോ വേണം, കാർഡിയാക് അറസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നു, അവരത് ചെക്ക് ചെയ്തപ്പോൾ ചെറിയ ക്ലോട്ടിംഗ് ഒക്കെ ഉണ്ട് എന്നൊരു അറ്റാക്കിൻ്റെ ഒരു ബോർഡർ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീടെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ യൂട്യൂബ് സെർച്ച് ചെയ്യും അല്ലേ? യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വരുംവരായികളും നമുക്ക് വരാതിരിക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ നമ്മൾ സ്വാഭാവികം കുഞ്ഞു കുട്ടികൾ വരെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അറ്റാക്കിൻ്റെ ആ ഒരു വീഡിയോസ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഡോക്ടറെ വീഡിയോ കിട്ടുന്നത്. കോവിഡ് സമയത്ത് 3 വാക്സിനും എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ പൊന്നു ഡോക്ടറെ, നിങ്ങളൊക്കെ തന്നെയല്ലേ ഈ 3 വാക്സിനും നിർബന്ധമായി എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന വരെ നിങ്ങൾ പറഞ്ഞു അല്ലേ? 3 വാക്സിനും എടുത്താലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്തുമാത്രം ശരിക്കും സത്യം പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ നിത്യരോഗികളാക്കി എന്ന് തന്നെ പറയാം. 3 വാക്സിനും എടുത്ത് നിത്യരോഗികളാക്കി മാറ്റി എന്ന് വേണം പറയാം. കുഞ്ഞു മക്കളെ വരെ അല്ലേ, കുഞ്ഞു കുട്ടികളെ വരെ 3 വാക്സിൻ എടുപ്പിച്ചു. നിസാരം റേഷൻ കടയിൽ നിന്ന് റേഷൻ കിട്ടണമെങ്കിൽ ഈ 3 വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നായിരുന്നു അപ്പോഴത്തെ നിയമം. എന്തുകൊണ്ട് അന്ന് നമ്മളടുത്ത് പറഞ്ഞില്ല? ഈ ഡോക്ടേഴ്സ്, ഈ സംസാരിക്കുന്ന പ്രഗത്ഭനായ ഡോക്ടറാണ്, ഡോക്ടർ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് എന്തുകൊണ്ട് വരുന്നതായിട്ട് പറഞ്ഞില്ല? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി, വേണമെങ്കിൽ എടുത്താൽ മതി എന്നൊരു ഓപ്ഷൻ പറയാത്തെന്താ? അന്ന് പോലീസ് പിടിക്കും, വാക്സിൻ സർട്ടിഫിക്കറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഹോമിയോ മെഡിസിൻ കേട്ടോ, നമ്മൾ ഹോമിയോ മെഡിസിൻ കഴിച്ചാൽ വാക്സിൻ ഒന്നും എടുക്കണ്ട എന്ന് ഞാൻ അപ്പോഴൊരു വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. ഒരു ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ വാക്സിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഹോമിയോ മെഡിസിൻ 3-4 ദിവസത്തെ മെഡിസിനാണ്, 3-4 ആഴ്ചയോ എന്തോ അപ്പോഴത്തെ മെഡിസിൻ കഴിച്ചാൽ ഈ വാക്സിൻ്റെ അണുബാധ നമ്മളിൽ നിന്ന് മാറിപ്പോവും, വാക്സിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും ചെവി കൊണ്ടില്ല, ഹോമിയോ മെഡിസിൻ ആരും ചെവി കൊണ്ടില്ല. എല്ലാവരും അല്ലേ കിടക്കയിൽ കിടക്കുന്ന രോഗികളെ പോലും നമ്മൾ കൊണ്ട് വാക്സിൻ എടുക്കും. എല്ലാവരും നിത്യരോഗികളുമായി. ശ്വാസം വിട്ട് കൂടുക, ഷുഗർ എത്രയും 50-55 വയസ്സ് വരെ ഷുഗറും പ്രഷറും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കൂടി. അപ്പോഴൊക്കെ അതൊക്കെ പറയുമ്പോൾ നമ്മളടുത്തൊക്കെ പറയും ചെന്ന് എടുക്ക്, പ്രഷർ കൂടും, നമ്മൾ കളിയാക്കുമായിരുന്നു, പുച്ഛിക്കുമായിരുന്നു. ഇല്ല, വാക്സിൻ എടുത്താലേ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇപ്പോൾ അത് ഇങ്ങനത്തെ തിരിച്ച് വന്നിട്ട് ഇത് മുഴുവൻ കൊള്ളയാണ് കേട്ടോ, മെഡിസിൻ കൊള്ളയാണ് നടക്കുന്നത്. മെഡിസിൻ എങ്ങനെയാണ് വിറ്റഴിക്കുക കേട്ടോ, അങ്ങനത്തെ ഒരു അതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നിത്യം കൂലിപ്പണിക്ക് പോകുന്നവർക്ക് കാലിൻ്റെ പുറത്ത് കാലിട്ട് വീട്ടിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് എന്തായാലും ശരീരം അനങ്ങിയല്ലേ പണിയെടുക്കണം. ശരീരം അനങ്ങി പണിയെടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു പണിയാണ് ഈ 3 വാക്സിൻ എടുത്തത്. ഈ ഡോക്ടറെ വാക്കുകളിൽ നിന്നും അതാണ് നമുക്ക് കിട്ടുന്നൊരു സന്ദേശം എന്ന് പറയുന്നത്. എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യുക, ബ്രെയിനിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ ഇങ്ങനെയല്ലേ ഇപ്പോൾ ആലോചിക്കുന്നു, കോവിഡ് വന്ന് ചത്തെങ്കിലും മതിയായിരുന്നു അല്ലേ? ഇത് ഭയങ്കര ഒരു ഇതായിപ്പോയി. ആ സമയത്ത് വാക്സിൻ എടുക്കാത്തവർ ഭാഗ്യവാന്മാർ. എന്തായാലും എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.